not so that I can shout, but so that those without a voice can be heard. We cannot all succeed when half of us are held back. Malala Yousafzai. Hi, I'm Serena Williams. The success of every woman should be a great inspiration to another. We should raise each other up. Thank you. When the whole world is silent, even one voice becomes powerful. I'm Dorothy Hodgkin. I was captured for life by chemistry and by crystals. ഈ ലോകത്തിൽ പുരോഗതിക്ക് കാരണമായ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിൽ സ്ത്രീകൾ തന്നെയാണ്. പുരുഷന്മാർക്ക് ഒട്ടും പിന്നിലല്ല സ്ത്രീകൾ, ഒപ്പം തന്നെയുണ്ട്. Good morning to all. Today I am going to share my views on World Women Equality Day is. It is celebrated on 26th August to honor the women's suffrage movement in US and remember the hurdles women had to overcome to strive towards progress. It reminds us about the strong women who had to face discrimination and violence just for belonging to a gender minority. It is not easy to be a woman nowadays. We may have come a long way from repressing women's rights, but we are still a patriarchal society in general. This makes the occasion of celebrating Women's Equality Day more vital than ever. Today, we get to see women representatives in the military, the space, and as CEOs of fortune companies. But women had to undergo many struggles to achieve equal rights. Feminism as a way brought multiple changes in women's life worldwide. But we can't deny the suffragettes to have achieved where women stand today. The right to vote is a democratic civil right. In a democratic civil right. But this is not always the case. The United States government didn't allow women to get voting rights until 1920. Women began to agitate and raise their voice to get equal voting rights. After all the fight, the 19th Amendment came in 1920, gave right to all citizens, regardless of gender, to vote. The revolutionary decision embarks on the significance of celebrating a Women's Equality Day in today's world. It is celebrated to honor the achievements of women rights activists and to make us understand about the struggles women had to face in their daily life. സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സഹാധ്യാപകരെ, പ്രിയ മാതാപിതാക്കളെ, കുട്ടികളെ, ഒരു സ്ത്രീയാണെന്നുള്ള അഭിമാന ബോധത്തോടെ എല്ലാ സഹോദരിമാർക്കും ഈ സവിശേഷ ദിനത്തിന്റെ ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. എല്ലാ വർഷവും ആഗസ്റ്റ് 26 അന്താരാഷ്ട്ര സ്ത്രീ സമത്വ ദിനമായി നാം ആചരിക്കുന്നു. 1893 ന്യൂസിലാൻഡിൽ ആദ്യമായി 21 വയസ്സ് തികഞ്ഞ സ്ത്രീകൾ
ഇന്ന് പലയിടങ്ങളിലും സ്ത്രീകൾക്ക് അവകാശങ്ങളുണ്ടെങ്കിലും ചില പിന്നോക്ക സമൂഹങ്ങളിൽ സ്ഥലങ്ങളിൽ സ്ത്രീകൾ പലവിധ ചൂഷണങ്ങളും അഭിമുഖീകരിക്കുന്നു. എന്നിരുന്നാലും ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, സാമ്പത്തികം, കുടുംബം എന്നീ മേഖലകളിലെല്ലാം സ്ത്രീകൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ ഓർമ്മപ്പെടുത്താനും ഈ ദിനം നമ്മെ സഹായിക്കുന്നു. മനുഷ്യവർഗം എന്ന നാണയത്തിന്റെ ഇരുവശങ്ങളാണ് സ്ത്രീയും പുരുഷനും. നാം പൂർണ്ണരാകുന്നത് സ്ത്രീയും പുരുഷനും തുല്യരാകുമ്പോൾ. ഇന്ന് സ്ത്രീകൾ കടന്നു ചെല്ലാത്ത മേഖലകളില്ല. എല്ലായിടത്തും അവൾ പ്രാഗൽഭ്യം തെളിയിച്ചു കഴിഞ്ഞു. കല, സാഹിത്യം, ശാസ്ത്രം, ആതുര ശുശ്രൂഷ എന്നീ മേഖലകളിൽ വെണ്ണിക്കുട പാറിച്ച എത്രയോ സ്ത്രീ രത്നങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ടും അവളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ, മാനിക്കാൻ, ആദരിക്കാൻ എവിടെയോ ഒരു വൈമനസ്യം ദൃശ്യമാകുന്നത് എന്തുകൊണ്ട്? ഈ 4 നൂറ്റാണ്ടുകൊണ്ട് സമൂഹം എത്ര മുന്നോട്ട് പോയി കഴിഞ്ഞു. പ്രവചനാതീതമായ ഒരു കുതിര എന്ന സ്ത്രീയുടെ പദവി, അന്തസ്സ്, ആത്മാഭിമാനം എല്ലാം ഇപ്പോഴും ചോദ്യചിഹ്നങ്ങൾ തന്നെയുണ്ട്. തരം താഴ്ത്തലുകളും പീഡനങ്ങളും ഏറി വരികയാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ അവർക്ക് ലഭിക്കുന്നതോ അവഗണനയുടെ കൈത്തുണ്ട്. 75% വരുന്ന സ്ത്രീകൾ ഇപ്പോഴും സ്വഭവനങ്ങളിൽ, കുടുംബങ്ങളിൽ, തൊഴിലിടങ്ങളിൽ അരക്ഷിതരാണ്. കൂടുതലൊന്നും വേണ്ട, ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയാണ് സ്ത്രീയെന്ന് അംഗീകരിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകും. അവൾ ഉപഭോഗ വസ്തുവോ നിസ്സഹായയോ അല്ല, മറിച്ച് തുല്യ അന്തസ്സും പദവിയുമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തിയായി അവളെ കരുതണമെങ്കിൽ നമ്മുടെ മനോഭാവത്തിന് മാറ്റമുണ്ടാകും. സ്ത്രീയുടെയും പുരുഷന്റെയും മനോഭാവത്തിന് മാറ്റമുണ്ടാകും. പൊതുസമൂഹത്തിലെ ഓരോ അംഗത്തിനും അവൾ തുല്യസ്ഥാനീയാണ് എന്ന ബോധ്യമുണ്ടാകും. വരും തലമുറയിലെങ്കിലും ഇത് യാഥാർത്ഥ്യമായി ഭവിക്കട്ടെ